ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രഗ്വാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രഗ്വാൾ ഈ അഗ്നൂർ സെക്ടറിലെ ഒരു അതിർത്തി ഗ്രാമമാണ്. അതിൽ തന്നെ ഈ പ്രഗ്വാളിലെ തന്നെ ഏറ്റവും അതിർത്തിയുമായി ചേർന്നിട്ടുള്ള നയി ബസ്തി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് വാരകൾക്കപ്പുറം ഏതാണ്ട് ഒരു 50 മീറ്ററിൽ അടുത്ത് മാത്രമാണ് രാജ്യാന്തര അതിർത്തിക്ക് വരുന്നത്. ഞങ്ങളിവിടെ എത്തിയത് ഈ ഗ്രാമത്തിലെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നാട്ടുകാരൊക്കെ നല്ല പഴയ ഒരു മൂഡിലേക്ക്, അതായത് സംഘർഷം ഇല്ലാത്ത ഒരു മൂഡിലേക്ക് അവർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഈ ചീട്ട് കളിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനൊക്കെ മുമ്പാണെങ്കിൽ ഈ സ്ഥലത്തുനിന്നും ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി ഒന്ന് മാറിയിട്ടുണ്ട്. സംഘർഷത്തിന് വലിയ അയവ് വരുന്നുണ്ട്. നാട്ടുകാരൊക്കെ അവരുടെ ആ ഒരു സംഘർഷത്തിൽ നിന്ന് അയവ് ലഭിച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ നാട്ടുമ്പുറത്തൊക്കെ കാണുന്നത് പോലുള്ള കൂട്ടം കൂടിയിരുന്നുള്ള ചീട്ടുകളിയൊക്കെ നടത്തുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പക്ഷേ ഇതിനകത്ത് ഈ ആശയവിനിമയത്തിനകത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് അവരുടെ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാമമാണ്, ഡോഗ്ര ഭാഷയാണ് കൂടുതലായി അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നം ഈ സംവാദത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കും. പരമാവധി അവർ ഹിന്ദിയിൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ക്യാ ഹേ താസ് ഹെ നാ? താസ് ഹെ. ताश में कौन सा गेम है? ये टर्फ चल रही है. टर्फ. താസ് എന്നാണ് ഇവിടുത്തെ ഈ ചീട്ടുകളിക്ക് അറിയപ്പെടുന്നത്. തുറുപ്പ് കളിയാണ് അവർ ഇപ്പോൾ കളിക്കുന്നത്. दादा पिछले 2-3 दिन इधर लगातार फायरिंग एंड शेलिंग हो रहा है ना? हाँ जी, हाँ जी. इधर 2-3 दिन दिन में और रात में चलता है. मतलब उनका कोई टाइम टेबल नहीं. वो कहीं किसी टाइम भी मतलब चला सकते हैं. पर चलो मालिक आखने पर जो करता സെല്ലിങ് ഇനി ക്യോങ്കി ബോർഡർ പേ. പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പകലും രാത്രിയും ഒന്നുമില്ലാതെ ഈ ഷെല്ലിങ് നടന്ന സ്ഥലമാണ്, ഫയറിങ് നടന്ന സ്ഥലമാണ് ഇതെന്നാണ് പറഞ്ഞത്. അതിർത്തിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കൃത്യമായൊരു കണക്ക് അദ്ദേഹം പറഞ്ഞു. 1/2 കിലോമീറ്റർ താഴെയാണ് ഈ അതിർത്തി എന്നതാണ്. പക്ഷേ ഇവിടെ ഈ കൃഷിയിടമൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ ഈ ഫെൻസിങ് ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്ന സ്ഥലമാണ്. ഈ 2 दिन का पहले सीज फायर आ गया, उसके बाद भी इधर फायरिंग हो गया? नहीं, सीज फायर के बाद इधर फायर नहीं हुआ, आगे पीछे हो गया, बाकी इधर नहीं हुआ. സീസ് ഫയർ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ മേഖലയിൽ അങ്ങനെ വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ശബ്ദം കേട്ടിരുന്നു. ഈ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഈ വെടിവെപ്പിൻ്റെ ശബ്ദം കേട്ടിരുന്നു. അപ്പോഴൊക്കെ അവർ നേരെ ഈ തൊട്ടടുത്തുള്ള മോർച്ച എന്ന് പറഞ്ഞാൽ ബങ്കറിലേക്ക് പോയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അബി തോ आपका माहौल कैसा है? माहौल तो बहुत बुरा है. माहौल की बात देखिए, ये तो बहुत बुराई है, क्योंकि इतना बुरा है पशुओं को पानी नहीं पिला सकते. पाकिस्तान पर हम भरोसा कर सकते हैं? नहीं, पाकिस्तान पर कोई भरोसा नहीं. वो आज से नहीं, वो जब 65 से चला था, आज नहीं 65 से चला था. 3-4 तो पड़ गई हैं, लेकिन उस पर भरोसा क्या? इधर कुछ कर जाता है, घर जाकर कुछ कर सकता है. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചീട്ട് കളിക്കാൻ വേണ്ടി കഴിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞത് ഈ ചീട്ടുകളിക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ബങ്കറിലേക്കാണ് തിരികെ ഇവർക്കൊക്കെ പോവേണ്ടത്. കാരണം സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിൽ തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വീടുകളില്ല, ഇങ്ങനെ കളിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് ഇങ്ങനെ ചീട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നു. അതിനുശേഷം അവർ ഈ ബങ്കറുകളിലേക്ക് മടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.